ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോർ യുവിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തൊക്കെ പെറ്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ട് നോക്കിയാലോ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സിന് സെയിലാണെങ്കിൽ നമ്മൾ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ഫ്രീ ആയിട്ട് സെയിൽ പോസ്റ്റിങ്ങുകളൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മളൊരു വീട്ടിൽ നല്ല കരം മാത്രമാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് പ്രാവളാണ് കേട്ടോ. അത് 3 പീസ് പ്രാവളാണ് സെയിലിനായിട്ട് വന്നുള്ളത്. അതും കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്താണ്. ഓണറെ പേര് ബിജു എന്നാണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ചോദിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബേഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊക്കറ്റയിലാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് എറണാകുളമാണ്. അപ്പോൾ ബേഡിൻ്റെ പ്രായം എന്ന് പറയുന്നത് 5 മാസമാണ് കേട്ടോ. നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ്സ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് ഓൾ കേരള കേട്ടോ. അപ്പോൾ പെർ പീസിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓണറുടെ പേര് ആദർശ് എന്നാണ്. നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി കൺഫേം ചെയ്യാനാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള പ്രാവള് തന്നെയാണ് കേട്ടോ. ഫാൻറ്റിൽ പ്രാവളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഈ ഒരു പെയർ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി കൺഫേം ചെയ്യാനാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഏതാ വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ഡ്രാഗൺ ആണ് കേട്ടോ. അപ്പോൾ സെമി അഡൾട്ടാണ് പ്രായം വരുന്നത്. സ്ഥലം വരുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽസ് ഒന്നുകൂടി കൺഫേം ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊടുക്കാനുള്ള അടുത്ത വെറൈറ്റിയാണ്. അപ്പോൾ പ്ലാറ്റിനം റെഡ് ആണ്. അപ്പോൾ സെമി ഡെൽറ്റ ആണ് പ്രായം വരുന്നത്. 90 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെമി ഡെൽറ്റ ആണ് പ്രായം വരുന്നത്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി ഗപ്പീസ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ ബെറി എന്ന് പറഞ്ഞൊരു വെറൈറ്റീസ് ആണ്. അപ്പോൾ സെമി അഡൾട്ടാണ് പ്രായം വരുന്നത്. 90 രൂപയിൽ തന്നെയാണ് ഈ ഒരു ഗപ്പീസിനെ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽസ് ഒന്നുകൂടി ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് കൊടുക്കാനുള്ള കുറച്ച് മിക്സർ ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ 15 പീസിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം ഫിഷുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ഷാർക്കാണ്. അപ്പോൾ സ്ഥലം വരുന്നത് ഒറ്റപ്പാലത്താണ് സ്ഥലം വരുന്നത്. അപ്പോൾ ഓണറുടെ പേര് യദു എന്നാണ് കേട്ടോ. അപ്പോൾ പെയറിന് 120 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. കൊറിയർ അടക്കമാണ് ഈ 120 രൂപ വരുന്നത്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ചൊന്നും നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കൊടുക്കാനുള്ളത് ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പർപ്പിൾ ബെറി ആണ്. ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ആക്റ്റീവുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പീസാണ്. അപ്പോൾ 200 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അതും കൊറിയർ അടക്കമാണ് 200 രൂപ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് ഒറ്റപ്പാലത്താണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ച് ഏഞ്ചൽ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ബേബീസാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതും കൊറിയർ അടക്കം. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഏഞ്ചലിൻ്റെ കുട്ടികളാണ് കുറച്ചധികം കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് ഒറ്റപ്പാലത്താണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് കൊടുക്കാനുള്ളത് ഏഞ്ചലിൻ്റെ ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നല്ല ആക്റ്റീവുള്ള ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അതും കൊറിയർ അടക്കം 200 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഓണർ പേര് മറക്കണ്ട, യദു എന്നാണ്. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് കുറച്ച് കോഴിക്കാർപ്പോളാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് ഒറ്റപ്പാലത്താണ്. 120 രൂപയാണ് പെയറിന് അദ്ദേഹം കൊറിയർ അടക്കം ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ റേറ്റിനാണ് അദ്ദേഹത്തിൻ്റെ ഫിഷുകളൊക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ട് വിളിച്ച് ചോദിച്ചു ഒന്നുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടി കൺഫേം ചെയ്യാന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വിഷയം ഏതാണെന്ന് നോക്കിയാലോ. അടുത്തായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ഗോൾഡ് ഫിഷാണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഗോൾഡ് ഫിഷാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ 180 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത് കൊറിയർ അടക്കം കേട്ടോ. അപ്പോൾ സ്ഥലം മറക്കണ്ട, ഒറ്റപ്പാലത്താണ് സ്ഥലം വരുന്നത്. ഓണറെ പേര് യദു എന്നാണ്. നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി നോക്കി നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡംബോയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ
അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 160 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കൊറിയർ അടക്കമാണ് അദ്ദേഹം ഈ 160 രൂപ ചോദിക്കുന്നത്. ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. നല്ല ആക്റ്റീവുള്ള ക്വാളിറ്റി ഉള്ള ഫിഷാണ് കേട്ടോ. നല്ല രീതിക്ക് ഇയറൊക്കെ ഉണ്ട്, നല്ല വലിയ ഇയറാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് വന്ന ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ടൈഗർ ടെട്രാസ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വെറൈറ്റീസ് ആണ്. ഇപ്പോൾ ഇവരുടെ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്ലാന്റ് ടാങ്കിൽ ഇട്ട് കാണാനെങ്കിൽ ഒടുക്കത്തെ ഭംഗിയാണ് ഇവരെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവർ അത്യാവശ്യം സൈസുള്ള ടൈഗർ ടെട്രാസ് ആണ്. അത്യാവശ്യം ബ്രീഡിങ് പ്രായത്തിലുള്ള ഒരു ടൈഗർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ് പെയറിന്. കൊറിയർ അടക്കം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നാൽ ഗോൾഡ് ഫിഷ് തന്നെയാണ്. അപ്പോൾ നേരത്തെ കണ്ടായിട്ടും ചെറിയൊരു സൈസിന് വ്യത്യാസമുണ്ട് ഈ ഗോൾഡ് ഫിഷിന്. അപ്പോൾ ഈ ഗോൾഡ് ഫിഷിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. അതും കൊറിയർ അടക്കം കേട്ടോ. അപ്പോൾ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. ഇത് കൂടാതെ ഒരുപാട് ഫിഷസ് അദ്ദേഹത്തിന് കൊടുക്കാണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നേരിട്ട് അദ്ദേഹത്തിനെ വിളിക്കാവുന്നതാണ്. ഓണർ പേര് യദു എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിഷയം ഏതാണെന്ന് നോക്കിയാലോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കിയാൽ നമ്മുടെ റെഡ് ഡ്രാഗൺ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 160 രൂപയാണ്. അതും കൊറിയർ അടക്കമാണ് ഈ ഒരു എമൗണ്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാണ്ട്. അപ്പോൾ ആർക്കും താല്പര്യമെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വിഷയം എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ബെറ്റാസ് ആണ് കേട്ടോ. അപ്പോൾ പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 160 രൂപയാണ്. കൊറിയർ അടക്കമാണ് ഈ ഒരു എമൗണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ഓണർ പേര് യദു എന്നാണ്. അപ്പോൾ സ്ഥലം വരുന്നത് ഒറ്റപ്പാലത്താണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് നേരിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റിനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യാണ് ഇതാ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് മാത്രം മതി. ബാക്കി എല്ലാ കാര്യം നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.